ഹായ്. ഗൂഗിളിൻ്റെ ഇപ്പോൾ പല ഓപ്ഷൻസുകൾ നമ്മൾ സർവീസുകൾ നമ്മൾ പലതും പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസാണ് നമുക്ക് ഗൂഗിൾ നൽകുന്ന ഗൂഗിൾ ഡോക്സ് എന്നുള്ളത്. ഈ ഫസ്റ്റിൽ വന്നിട്ടുള്ള ഡോക്സ്, മൂന്നാമതായിട്ട് കാണുന്ന ഡോക്സ് എന്നുള്ളതാണ് ആ ആപ്ലിക്കേഷൻ. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ അതിൽ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ 2 വർക്കുകൾ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം അതൊന്ന് റിമൂവ് ചെയ്യുകയാണ് ഇവിടുന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ പലപ്പോഴും കാണാവുന്ന രീതി ഇങ്ങനെ ആയിരിക്കും. നിങ്ങളിപ്പം നിങ്ങളുടെ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലുകളൊന്നും അതിലില്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും വരിക. നോ റീസെൻറ്റ് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് വരും. ഇനി നിങ്ങൾക്ക് ഇതിൽ ഫയല് പുതിയത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് ഉണ്ടല്ലോ, മൈക്രോസോഫ്റ്റ് വേർഡ്, അതിൻ്റെ ഗൂഗിൾ ഫോമാണ്. ഈ ഗൂഗിളിൻ്റെ ആപ്പാണ് ഈ ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഡയറക്റ്റ് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ സേവ്ഡ് ആവും അവിടെ. നമ്മളായിട്ട് പോയി സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫയൽ മാറ്റി സേവ് ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഫയൽ നെയിം മാറ്റി കൊടുത്ത് സേവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇവിടെ ആ മുകളിലുള്ള 3 ബാറുകൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റീസെൻറ്റ് ഫയലാണ്, മറ്റൊന്ന് ഷെയർഡ് വിത്ത് മീ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഷെയർഡ് വിത്ത് മീ എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും നമുക്ക് ഗൂഗിൾ ഡോക്ക് വഴി അയച്ചിട്ടുള്ള ഫയലുകളുണ്ടെങ്കിൽ അതിവിടെ കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു ഓപ്ഷനുള്ളത് സ്റ്റാർഡ് ആണ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ ഫയൽ നിങ്ങൾ സ്റ്റാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. നാലാമതായിട്ടുള്ളത് ഓഫ്ലൈൻ ഫയൽസ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഓഫ്ലൈൻ ഫയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഗൂഗിളിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡ്രൈവിലൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഫയലുകൾ ഓഫ്ലൈനായിട്ട് സേവ് ചെയ്യാന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അപ്പം നമ്മളുടെ ഫോണിലെ സ്പേസാണ് ഈ ഓഫ്ലൈൻ ഫയലുകൾ ഉപയോഗിക്കുക. അത്തരം ഫയൽ ഓഫ്ലൈൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ നല്ലൊരു സ്പേസ് അതിന് എടുക്കും. ബിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ഡിലീറ്റ് ചെയ്ത ഫയലൊക്കെ ഇപ്പോൾ ബിന്നിലുണ്ടാവും. നിങ്ങളിപ്പോൾ ബിന്നിൽ പോയി കഴിഞ്ഞാൽ ബിന്നിൽ ആ ഫയൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തത് അവിടെ ഉണ്ട്. ഇനി ഉള്ള 2 ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ, അതേപോലെ സെറ്റിങ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമുക്കുള്ള ഓപ്ഷൻസ്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ തീമുണ്ട്, ഇതിൻ്റെ സ്റ്റൈൽ മാറ്റണമെങ്കിൽ, ഡോക്യുമെൻറ്റ് ക്രിയേഷൻ, വേർഡ് ഫയലാണോ അതോ ഗൂഗിൾ ഫയലാണോ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ഫയലാണ് വേണ്ടതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യുന്നതൊക്കെ മൈക്രോസോഫ്റ്റ് വേർഡ് ഫയലായിട്ടാണ്, അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്ക് ഫയലായിട്ടാണ് വരിക. അതുപോലെ തന്നെ ഇപ്പോൾ മേക്ക് റീസെൻറ്റ് ഫയൽസ് അവൈലബിൾ ഓഫ്ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫയലുകളൊക്കെ ഫോണിൽ റീസെൻറ്റ് ഫയലുകളൊക്കെ ഓഫ്ലൈനായിട്ട് ലഭിക്കും. ഡാറ്റ യൂസേജ് വൈഫൈ മാത്രമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊക്കെ ഓഫാക്കിയിടാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഡാറ്റ നിങ്ങൾ വൈഫൈ ഒന്നുമല്ലല്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടംപോലെ ഡാറ്റ നമുക്ക് ഓരോ ദിവസവും ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. നമുക്കിനിയിപ്പം വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഡോക്കിൽ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ മുകളിൽ സെർച്ച് ഡോക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഡ്രൈവിൽ പോയി സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഫയലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിൽ ആ ഫയൽ ഉണ്ടെങ്കിൽ അവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ILC എന്ന് പറഞ്ഞിട്ടൊരു ഫയലില്ല, അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്. ഡോക്ക് ഫയലുകൾ ഏതെങ്കിലും അങ്ങനെ പേരിലുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബിന്നിലിവിടെ അസ്ഹർ ഇംഗ്ലീഷ് എന്നുള്ളതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇവിടെ തിരഞ്ഞാൽ അത് കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ കണ്ടില്ലെന്നും വരാം. ഓക്കെ, അത് കാണുന്നില്ല. ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്കിൽ സെർച്ച് ചെയ്യാൻ ഡ്രൈവിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് മുകളിലുള്ളത്. ഇനിയിപ്പം താഴെ ഒരു പ്ലസ് കണ്ടോ, 4 കളറിലുള്ള പ്ലസ് ഉണ്ട്. ആ പ്ലസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ചൂസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ വേർഡ് ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ ഡോക്ക് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട്. ഡോക്ക് ഫയൽ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഫയലാണ്. വേർഡ് ഫയൽ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ സ്റ്റൈലിലുള്ള ഫയലാണ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് കിട്ടും. അതിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് വേണ്ട കണ്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്യാൻവ ആപ്പ് ഉപയോഗിക്കുമ്പോഴൊക്കെ അതിൽ ധാരാളം ടെംപ്ലേറ്റ്സ് ഉണ്ട്.
ഇപ്പോൾ ഡിസൈനിങ് നമുക്ക് വളരെ എളുപ്പമായി. കാരണം നമുക്കിഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് അതിൽ ആളുടെ ഫോട്ടോയോ അതല്ലെങ്കിൽ കണ്ടൻറ്റോ മാറ്റി കൊടുക്കുന്നതോട് കൂടിയിട്ട് ഡിസൈൻ അവിടെ റെഡിയായി. നമ്മൾ വലുതാക്കിയും ചെറുതാക്കിയൊന്നും അധികം ചെയ്യേണ്ടതില്ല. നമ്മൾക്ക് അത്ര വലിയ ഡിസൈനിങ് സ്കിൽസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഓപ്ഷൻ ഉണ്ട്, ചൂസ് ടെംപ്ലേറ്റ് എന്നുള്ളത്. ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യം ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചുള്ളത് കാണിക്കാം. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ പലതരത്തിലുള്ള ടെംപ്ലേറ്റ്സുകൾ കിട്ടുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഇപ്പോൾ CV റെസ്യൂമുകളാണ് അല്ലേ, റെസ്യൂംസ് ഉണ്ട്. പിന്നെ അതേപോലെ ലെറ്റേഴ്സ് പിന്നെ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള പിന്നെ ഫയലുകളുണ്ട്. അതേപോലെ മറ്റൊന്ന് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം essay എഴുതാനൊക്കെ നിങ്ങൾക്ക് ആ ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാം, ആ സ്റ്റൈലിലേക്ക് മാറ്റിയാൽ മതി. അതല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ട് കൊടുക്കാനുള്ള ടെംപ്ലേറ്റ്, പിന്നെ അത് മറ്റു വേറെന്തെങ്കിലുമൊക്കെ സാധാരണഗതിയിലുള്ള മറ്റു രീതിയിലുള്ള കുറച്ച് ടെംപ്ലേറ്റ്സുകളും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. വർക്കുമായി ബന്ധപ്പെട്ടത് പ്രൊജക്റ്റ് പ്രൊപ്പോസൽ, പ്രൊജക്റ്റ് അതേപോലെ മീറ്റിങ്ങിൻ്റെ നോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള പിന്നെ ഫയലുകളുടെ മോഡലുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബ്രോഷർ വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പെട്ടെന്നൊരു ബ്രോഷർ ഇപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് ആ ബ്രോഷർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ന്യൂസ് ലെറ്ററോ മറ്റൊക്കെ, ഇപ്പം സ്കൂളിൻ്റെയൊക്കെ ന്യൂസ് ലെറ്ററൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലോക അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡിലുള്ള സാധനങ്ങളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആ രീതിയിൽ നമ്മളുടെ കയ്യിൽ കിട്ടും. ജോബ് ഓഫർ ലെറ്റർ, ജോബ് പ്രൊമോഷൻ, ഇതൊക്കെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കുറേ ഉണ്ട്. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ടെംപ്ലേറ്റ്സ് ഇൻ്റർനെറ്റിൽ തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് എടുത്തിട്ടും നമ്മളുടെ വർക്കുകൾ ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുണ്ടാവും. ഫോണിലുള്ള ടെംപ്ലേറ്റ് പിന്നെ നമുക്കിവിടെ അവൈലബിൾ, നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ ഡ്രൈവിലേക്ക് അതിനെടുത്ത് കഴിഞ്ഞാൽ അതിവിടെ വരും. അത് നിങ്ങൾക്ക് ഈ പിന്നെ ആപ്പിൽ വെച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ CV ആണെങ്കിൽ അതിൻ്റെ റെസ്യൂം എന്നുള്ള ഒരു ഫസ്റ്റിലെ ഒരു കാര്യത്തെ ഞാൻ പിന്നെ എടുക്കുകയാണ്. അതിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത്. ഇപ്പോൾ യുവർ നെയിം എന്നുള്ളിടത്ത് ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ എഡിറ്റിനുള്ള കണ്ടോ, അപ്പം താഴെ അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്തപ്പം താഴെ ഒരു പെന്നിൻ്റെ ചിത്രം വന്നിട്ടുണ്ട് അല്ലേ, ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പേനയുടെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ നെയിമാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പേര് മാറ്റിയിട്ട് ഇവിടെ എൻ്റെ പേര് കൊടുത്തു. പിന്നെ അത് കൊടുത്തു. അതിന് ശേഷം ജോബ് പിന്നെ അല്ലേ, ക്രിയേറ്റീവ് ഡയറക്ടർ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രെയിനർ എന്ന് കൊടുത്തു. ഓക്കെ. പിന്നെ ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റങ്ങൾ കൊടുക്കാം. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്കത് തയ്യാറാക്കാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഇപ്പം ഇവിടെ മറ്റു ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ പേരിൻ്റെ കാര്യത്തിൽ ബോൾഡ് മാറ്റിയിട്ട് പിന്നെ അത് എന്താ പറയുക, അതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റണമെന്ന് വിചാരിക്കും. ഞാനത് സെലക്ട് ചെയ്തു. എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. പിന്നെ നിങ്ങൾക്കതിങ്ങനെ വലിച്ച് പിന്നെ രണ്ട് ഭാഗത്തേക്കും ആക്കുമ്പോൾ സെലക്ഷൻ വന്നു. അതിൽ പോയിട്ട് പിന്നെ നമ്മൾ ബോൾഡ് എന്നുള്ളത് മാറ്റി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡ് മാറി. അതേപോലെ തന്നെ ഇറ്റാലിക് ആക്കണമെങ്കിൽ അത് മാറുന്നുണ്ട്. പിന്നെ അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റാൻ വേണ്ടിയുള്ള ഓപ്ഷൻസാണ് അടുത്തതുള്ളത്. അപ്പോൾ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ നീല കളർ കൊടുത്തു എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം അത് കൊടുത്തു. പിന്നെ അടുത്ത് വരുന്നത് അത് കളർ കൊടുത്തു കഴിഞ്ഞ് പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കളറിൻ്റെ ഓപ്ഷൻ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ആ പിന്നെ ലെറ്ററിൻ്റെ ബാക്കിൽ കളർ എന്തെങ്കിലുമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിന്നെ ഞാനൊരു യെല്ലോ കളറും അതിന് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അപ്പം നമുക്കിപ്പം പേരിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഓപ്ഷൻ കണ്ടോ, ആ ലെറ്റർ ഏത് ഭാഗത്തേക്കാണ് അലൈൻ ചെയ്യേണ്ടതെന്നാണ്. ഇപ്പോൾ സെൻട്രൽ അലൈൻഡ് ആണോ, പിന്നെ ഏത് ഭാഗത്തേക്കാണ് അലൈൻ ചെയ്യേണ്ടത് എന്നല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുക, നിങ്ങളിപ്പോൾ ഈ യുവർ നെയിം പിന്നെ എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, പേര്
അഡ്രസ്സ് കൊടുത്ത ഈ സംഭവം. ഇതിപ്പോൾ ലെഫ്റ്റ് അലൈൻഡ് ആണ് ഈ ടെക്സ്റ്റ് ഉള്ളത്. ഇവിടെ കണ്ടോ, ലെഫ്റ്റിലാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. ഈ സെൻട്രൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാം സെൻറ്റർ വെച്ചിട്ടാണ് രണ്ട് ഭാഗത്തേക്ക് എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പം റൈറ്റ് അലൈൻമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഈ ഭാഗത്തുനിന്ന് അറബി എഴുതുന്നതൊക്കെ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ടായി. അതേപോലെ തന്നെ പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പരമാവധി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പരമാവധി രണ്ട് ഭാഗവും ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി അത് ബുള്ളറ്റ് പോയിൻറ്റ്സ് കൊടുക്കണമെങ്കിൽ ഈ ലാസ്റ്റിലെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് അവിടെ വരും. ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ ഓപ്ഷൻസ്. പിന്നെ മുകളിൽ എഴുതുക. പിന്നെ മുകളിലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ, ഇതാ ഈ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഓപ്ഷൻസാണ് മുകളിലുള്ള ഈ എ എന്നുള്ള ഇത് കൊടുത്ത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പം അതിൻ്റെ സ്റ്റൈല്, ഫോണ്ടൊക്കെ മാറ്റണമെങ്കിൽ ഇവരുടേതായ കുറച്ച് ഫോണ്ടുകളുണ്ട്. അത് മാത്രം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ടെക്സ്റ്റിൻ്റെ സൈസ് മാറ്റാൻ, ഇപ്പം ടെക്സ്റ്റ് സൈസ് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലല്ലോ. സെലക്ട് ചെയ്തതിന് ശേഷം ഈ എയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ എൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിടിച്ച് താഴേക്ക് മാറ്റിയപ്പോഴാണ് ഇപ്പോൾ എനിക്ക് ആ എ കിട്ടിയത് അവിടെ. എന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ വന്നത്. ഈ ഓപ്ഷനിൽ ഇപ്പോൾ ഞാൻ അതിൻ്റെ സൈസ് ഇങ്ങനെ കൂട്ടി കൊടുത്തു. അപ്പോൾ ഇവിടെ യുവർ നെയിം എന്നുള്ളത് വലുതായി വന്നു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ ചെറുതാക്കിയിട്ടുണ്ട് ഇപ്പം. പിന്നെ അതേപോലെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാൻ, ഹൈലൈറ്ററിൻ്റെ കളർ മാറ്റാൻ, ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ നമ്മളൊരു പാരഗ്രാഫൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്കാണ് ഇതുള്ളത്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക, അപ്പോൾ അങ്ങോട്ട് ശരിയാവും കേട്ടോ. ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈനുകൾ തമ്മിലുള്ള സ്പേസാണ്. അത് ഒരു ഇത് മതിയോ കൂടുതൽ വേണോ കണ്ടോ. അപ്പോൾ 2 ഇട്ട് കഴിഞ്ഞാൽ അത്രയാവും, 1 ഇട്ട് കഴിഞ്ഞാൽ അത്രയാവും. ഈ രീതിയിൽ ലൈനുകൾ തമ്മിൽ, ഒരു ലൈൻ 2 ലൈൻ തമ്മിലുള്ള വ്യത്യാസം പിന്നെ എത്രത്തോളം തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഈ രീതിയിലൊക്കെയുള്ള നമ്പർ ഓപ്ഷൻസ് ഉണ്ട്. നമ്പർ ഓപ്ഷൻസിന് അത് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ സൈൻ, സിമ്പിൾസിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഈ രീതിയിൽ വരുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ്. ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അത് ക്ലിയർ ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്കൊരു ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പ്ലസ് സൈൻ എടുക്കും. പ്ലസ് സൈനിൽ ഇവിടെ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കമൻറ്റ് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടേബിൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഫ്രം ഫോട്ടോസ്, ഫ്രം ക്യാമറ, ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ. അപ്പോൾ ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തുള്ള ഫോട്ടോസുകൾ, കാര്യങ്ങളൊക്കെ. ഇപ്പം എൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പിന്നെ ഫോട്ടോ കൊടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനൊരു ഫോട്ടോ ഇവിടെ കൊടുത്തു. അപ്പം അതിൻ്റെ പിന്നെ സൈസ് കാര്യങ്ങളൊക്കെ പിന്നീട് എങ്ങനെ മാറ്റാം. ഇപ്പോൾ ഫോട്ടോയുടെ സൈസ് മാറ്റുന്നത്, ഫോട്ടോയുടെ ഓപ്ഷൻസാണ് ഇപ്പോൾ ഇതൊക്കെ. ഇൻലൈൻ ആണോ ഇപ്പം റാപ്പ് ടെക്സ്റ്റ്, ഇൻലൈൻ എന്ന് പറഞ്ഞാൽ ലൈനിലവിടെ വരിക ചെയ്യാം. പിന്നെ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ വലിപ്പമൊക്കെ മാറ്റാനൊക്കെ പറ്റും. പിന്നെ ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് വേറൊരു ഓപ്ഷൻ ഉള്ളത് ബ്രേക്ക് ടെക്സ്റ്റാണ്. ബ്രേക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് വേറെ മീൻസ് ടെക്സ്റ്റ് ബ്രേക്ക് ചെയ്ത് ഫോട്ടോ അവിടെ ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരിക. ഇനി പിന്നെ അതിന് മാറ്റങ്ങൾ എവിടേക്കെങ്കിലൊക്കെ മാറ്റണമെങ്കിൽ പിടിച്ച് മാറ്റാനൊക്കെ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ ഒരു ഫോട്ടോ ആഡ് ചെയ്തെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ആ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ടിക്ക് മാർക്ക് ഇടും. ഇപ്പോൾ ഞാനിവിടെ ടിക്ക് ഇട്ടു. അവിടെ കണ്ടോ സേവിങ് എന്ന് കണ്ടിട്ട് റെസ്യൂം എന്നുള്ളതിന് മുകളിൽ സേവിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കണ്ടോ. ഈ സേവിങ് പിന്നെന്ന് പറഞ്ഞാൽ ഗൂഗിൾക്ക് സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഈ ഫോട്ടോയും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ഇത്ര സമയം എടുക്കാൻ ചാൻസ് ഉള്ളത്. ആ ഫോട്ടോയും കൂടി അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ആ സേവിങ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത് 2 പേജിലേക്കുള്ള ഒരു കണ്ടൻറ്റായി മാറിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിതിനെ ഈ 3 ഡോട്ടുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇതിനെ പൊതുവെ നമുക്ക് ഷെയർ ചെയ്യാനാണ് ഉണ്ടാവുക. ഇതവിടെ ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടല്ലോ. ഈ ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് എങ്ങനെ ഷെയർ ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടാവും. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ സെൻഡ് എ കോപ്പി എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ സെൻഡ് എ കോപ്പി കൊടുത്തു. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്കുണ്ട്
ഇത്രയും ഓപ്ഷൻസിൽ ഇപ്പോൾ നമുക്ക് വേർഡ് ഫയലായിട്ടോ PDF ആയിട്ടോ ഒക്കെ ചെയ്യാം. അപ്പോൾ PDF ആയിട്ടാണ് ഞാൻ അയക്കുന്നത് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ PDF ഓപ്ഷൻ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് ആ PDF ആയിട്ട് എവിടേക്കാണ് അയക്കേണ്ടത് എന്നുള്ളത് ഇവിടെ താഴെ പിന്നെ ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഇവിടെ നെറ്റിൻ്റെ വിഷയമുള്ളത് കൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വരും. ഒന്നുകിൽ എനിക്ക് സേവ് ചെയ്യാം, ഡ്രൈവിലേക്ക് സേവ് ചെയ്യാം, അതല്ലെങ്കിൽ വാട്സപ്പിൽ പിന്നെ അയക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഓപ്ഷൻസൊക്കെ ഉപയോഗിക്കാം. ഒരു ഉദാഹരണത്തിന് ഓക്കെ ഞാനെന്നാൽ അതിനെ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവിലേക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ അയക്കാനും പറ്റും. ഡ്രൈവിലേക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്തു, ഡ്രൈവിൽ ക്ലിക്ക് ചെയ്തപ്പം റെസ്യൂം എന്നുള്ള ആ ഫയൽ അപ്പോൾ ഞാനിവിടെ ഓക്കെ മൈ റെസ്യൂം അങ്ങനെ കൊടുത്തു. എന്നിട്ട് ഫോൾഡർ TTC എന്നുള്ള ഫോൾഡറിലാണ്. ഫോൾഡർ മാറ്റണമെങ്കിൽ മാറ്റാം. ഞാൻ കഴിഞ്ഞ ദിവസം ഫോൾഡർ ഉണ്ടാക്കിയിരുന്നല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ ഫോൾഡറിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഇവിടെ TTC എന്നുള്ള ഫോൾഡർ, യെസ്, അത് ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. സേവ് ചെയ്തോടുകൂടിയിട്ട് ഇപ്പോൾ ഈ ഫയൽ അവിടെ പോയിട്ടുണ്ട്. നമുക്കിനി അവിടെ പോയി നോക്കാം. എന്ന് വെച്ചാൽ നമ്മളുടെ ഡ്രൈവിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ TTC എന്നുള്ളൊരു ഫയലുണ്ടല്ലോ, അവിടെ കണ്ടോ, ഇതിപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ഫയൽ ഇങ്ങോട്ട് അപ്ലോഡ് ആവുകയായിരുന്നു. അപ്പോൾ അതിവിടെ അപ്ലോഡായി. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ PDF ഫയൽ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഇങ്ങനെ വരാനുള്ള കാരണം, ഇപ്പോൾ ഇവിടെ ഫോട്ടോ കാണാനില്ലല്ലോ. ആ ഫോട്ടോ ഇല്ലാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് സേവിങ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ ഫയൽ അപ്ലോഡ് ചെയ്തു എന്നതാണ്. നേരത്തെ സേവിങ് നടന്ന് ഞാൻ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ആ സേവിങ് നടക്കുന്നതിന് മുൻപേ ഞാൻ ഫയൽ എക്സ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പക്ഷേ നിങ്ങളത് സേവിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അയക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കണ്ടൻറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയുള്ള നല്ലൊരു ഷീറ്റായിട്ട് നിങ്ങൾക്കിത് കിട്ടി. ഇത് നിങ്ങൾ പിന്നെ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്റ് ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് പ്രിൻ്റ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യില്ല, പക്ഷേ സിസ്റ്റത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു വർക്ക് എന്നുള്ള രീതിയിൽ അത് ചെയ്യാം. ഇതിപ്പം എന്തിൻ്റെ കാര്യമാണ്, നമ്മളുടെ റെസ്യൂമിൻ്റെ കാര്യമാണ്. ഇതേപോലെ നിങ്ങൾക്ക് പിന്നെ പാരഗ്രാഫ് ഉണ്ടാക്കാം, എസ്സേ ഉണ്ടാക്കാം, കത്ത് അയക്കാം, മറ്റു ഫയലുകളൊക്കെ ഉണ്ടാക്കാം. നമ്മളിത് ചെയ്ത് പരിശീലിക്കണം, അപ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു വർക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഒരു വർക്കല്ല, ഞാനൊരു വർക്ക് തരാം. അതേപോലെ നിങ്ങൾ മറ്റു വർക്കുകളൊക്കെ ചെയ്ത് പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിച്ച് മനസ്സിലാക്കുക. സംശയങ്ങൾ ഉണ്ടാവണം, അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്വേഷിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം പറഞ്ഞും മറ്റും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ കാര്യങ്ങളിലുള്ളത്. സോ താങ്ക് യു ഓൾ. I hope you understood. Thank you.